ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മാസത്തെ ഉറുദു ക്ലാസ്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കോമൺ ആയിട്ട് ഉറുദുവിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളും ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വാക്കുകൾ പലതരത്തിലുള്ള ഇമോഷൻസിൻ്റെതാണ്, അതായത് സന്തോഷം, വിഷമം, പേടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന വാക്ക് ഖുഷി അല്ലെങ്കിൽ സന്തോഷം അഥവാ ഹാപ്പിനെസ് എന്നുള്ള വാക്കാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ഖുഷി എന്നുള്ള വാക്കിൻ്റെ പ്രൊനൗൺസിയേഷനാണ്. അപ്പോൾ ഉറുദുവിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ കുറേ വാക്കുകളുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള വാക്ക് ഖുഷി എന്നുള്ള വാക്കാണ്. അങ്ങനെ അപ്പം സെക്കൻഡ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഖുഷി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളും പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ആ ഉറുദു സെൻറ്റൻസുകൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ മൂന്നാമത്തെ നാലാമത്തെ റോയിൽ ആ ഉറുദു സെൻറ്റൻസിൻ്റെ മലയാളവും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അപ്പം നമുക്ക് എക്സാമ്പിൾസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് മുझे बहुत खुशी हुई, ഐ ഫെൽറ്റ് വെരി ഹാപ്പി, എനിക്ക് വളരെ സന്തോഷമായി. അപ്പം ഇത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതേപോലെ ഇപ്പം അവൾക്ക് അല്ലെങ്കിൽ അവന് ഭയങ്കര സന്തോഷമായി എന്ന് പറയാനാണെങ്കിൽ ഉസേ ബഹത് ഖുഷി ഹുയി എന്ന് പറയാം. ഇനി അവർക്ക് പ്ലൂറലായിട്ട് അവർക്ക് സന്തോഷമായി എന്ന് പറയുകയാണെങ്കിൽ ഉൻഹെ ബഹത് ഖുഷി ഹുയി എന്ന് പറയാം. അങ്ങനെ പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസ് മുझे ആപ്സെ മിൽക്കർ ഖുഷി ഹുയി, അതായത് എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി, അല്ല നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഐ എം സോ ഹാപ്പി ടു മീറ്റ് യു. ഇപ്പം മുझे നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്നുള്ള അർത്ഥമാണ്. ആപ്പ് എന്ന് പറയുമ്പോൾ താങ്കൾ, അപ്പോൾ ആപ്സെ എന്ന് പറയുമ്പോൾ നിങ്ങളെ എന്നുള്ളൊരു അർത്ഥം വരും. മിൽക്കർ കണ്ടുമുട്ടിയിട്ട്, ഖുഷി ഹുയി സന്തോഷമായി. അങ്ങനെ ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് വോ ഖുഷി സെ മുസ്കുരാ രഹാ ഥാ, അതായത് അവൻ സന്തോഷം കൊണ്ട് ചിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പം വോ അവൻ അല്ലെങ്കിൽ അവൾ രണ്ടും വരാം. ഖുഷി സന്തോഷം, സേ എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് എന്നുള്ള അർത്ഥം. പിന്നെ മുസ്കുരാ രഹാ ഥാ എന്ന് പറയുമ്പോൾ മുസ്കുരാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കുക എന്നുള്ള വാക്കാണ്. രഹാ ഥാ ആ സെൻറ്റൻസിൻ്റെ ടെൻസ് ആണ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു അർത്ഥം വരുന്നതല്ല. അപ്പോൾ അതാണ് ഹി വാസ് സ്മൈലിംഗ് വിത്ത് ഹാപ്പിനെസ്, അവൻ സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറുദുവിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുഷി എന്നൊരൊറ്റ വാക്ക് മാത്രമല്ല ഉള്ളത്, മറ്റു പല വാക്കുകളും ഉണ്ട്, മറ്റു പല ശൈലികളും ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമ്മളിപ്പോൾ എന്താണ് നല്ല രസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കത് കേട്ടപ്പോൾ മനസ്സിനൊരു ഭയങ്കര സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, നമ്മളങ്ങനെ പല തരത്തിൽ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഉറുദുവിലും പല ശൈലികളുണ്ട്. അപ്പം അതിലെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഒരു 2-3 ഫ്രേസാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തത് നോക്കുകയാണെങ്കിൽ മസ ആയ. അപ്പോൾ മസ ആയൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ രസിക്കുക എന്നുള്ളൊരർത്ഥമാണ് മസ ആയൻ്റെ അർത്ഥം വരും, അല്ലെങ്കിൽ മസക്കിയെ. അങ്ങനെ അപ്പോൾ അതതിൻ്റെ കുറച്ചും കൂടി വേർബ് ഫോമാണ്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും കല്യാണത്തിനായിട്ട് നല്ല രസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിനായിട്ട് അടിച്ചു പൊളിച്ചു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ അതേപോലെ ഉറുദുവിൽ പറയുന്നതാണ് ഷാദി മേ ബഹത് മസ ആയ, അല്ലെങ്കിൽ ഷാദി മേ ബഹത് മസേ കിയെ. അങ്ങനെ അപ്പം എന്ന് വെച്ചാൽ ഞാൻ കല്യാണത്തിന് പോയിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്ന അർത്ഥമാണ് ആ സെൻറ്റൻസിൽ. ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ ഖുഷി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടും ഇതേ സെൻറ്റൻസ് വേണമെങ്കിൽ പറയാം, അതായത് ഷാദി മേ ജാക്കർ മുझे ബഹത് ഖുഷി ഹുയി, കല്യാണത്തിന് പോയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി എന്നുള്ള, അങ്ങനെ നമുക്ക് ഇന്റർചേഞ്ചബിൾ ഇത് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹത് അച്ഛാ ലഗ. ഇപ്പം ബഹത് അച്ഛാ ലഗൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്നുള്ളൊരു അർത്ഥമാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ. പക്ഷെ അത് നമ്മളിപ്പോൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പം ആപ്കാ ഘർ മുझे ബഹത് അച്ഛാ ലഗ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ വീട് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ തുംസെ മിൽക്കെ മുझे ബഹത് അച്ഛാ ലഗ, നിന്നെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര എന്താണ് ഇഷ്ടമായി. അപ്പോൾ അതും എന്താണ് ഒരു തരത്തിൽ എനിക്ക് സന്തോഷമായി എന്ന് പറയുന്ന വേറൊരു ശൈലിയാണ്. ഇപ്പോൾ നമ്മൾ ഇതേ സെൻറ്റൻസ് നേരത്തെ ഖുഷി ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ ആപ്സെ മിൽക്കർ മുझे ഖുഷി ഹുയി, അപ്പോൾ അതേപോലെ തന്നെ ആപ്സെ മിൽക്കെ ബഹത് അച്ഛാ ലഗ. അങ്ങനെ
പിന്നെ ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ദിൽ ഖുഷ് ഹോ ഗയ. അപ്പൊ ദിൽ ഖുഷ് ഹോ ഗയന്റെ ലിറ്ററൽ അർത്ഥം, ഇപ്പൊ ദിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹൃദയം എന്നുള്ളതാണ്. പക്ഷെ മലയാളത്തിൽ കുറച്ചും കൂടി മനസ്സ് എന്നാണ് കുറച്ചും കൂടി മലയാളത്തിൽ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ദിൽ ഖുഷ് ഹോ ഗയ മനസ്സിന് സന്തോഷമായി എന്നുള്ളൊരു അർത്ഥമാണ് മലയാളത്തിൽ വരാം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആപ്കി ബാത് സുൻകർ ദിൽ ഖുഷ് ഹോ ഗയ. താങ്കൾ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടായി. അതേപോലെ ഉസ്കി ബാത് സുൻകർ ദിൽ ഖുഷ് ഹോ ഗയ, അല്ലെങ്കിൽ ഉസ്കോ ദേഖ് കർ ദിൽ ഖുഷ് ഹോ ഗയ. അപ്പൊ അങ്ങനെ നമുക്ക് പല തരത്തിൽ ഈ ഒരു ഫ്രേസും ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ഇമോഷനിലേക്ക് കിടക്കാം. നമ്മൾ ഇത്ര നേരം സന്തോഷത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി ദുഃഖത്തെ കുറിച്ച് പറയാം. അപ്പോൾ ദുഃഖത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക് മാത്രമല്ല പല വാക്കുകളുണ്ട്. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്ന വാക്ക് ഉദാസി എന്നുള്ളൊരു വാക്കാണ്. അപ്പം വേറെ കോമൺ ആയിട്ടുള്ള ദുഃഖ് എന്നുള്ളൊരു വാക്കുണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ തന്നെ ഗം എന്നുള്ളൊരു വാക്കുണ്ട്. അങ്ങനെ അപ്പൊ ഞാനിവിടെ ഉദാസി എന്നുള്ള വേർഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ ഫസ്റ്റത്തത് ഉദാസ് ക്യൂ ഹോ. അപ്പം എന്താ ഉദാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം അല്ലെങ്കിൽ ദുഃഖം. ക്യൂ ഹോ എന്ന് പറയുമ്പോൾ എന്തേ, വൈ എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പം അതിന്റെ അർത്ഥം എന്താ വിഷമം, അല്ലെങ്കിൽ എന്താ ഒരു വിഷമം. അല്ലെങ്കിൽ ഇപ്പൊ തും ഉദാസ് ക്യൂ ഹോ എന്ന് വെക്കുകയാണെങ്കിൽ നീ എന്താ വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്താ ഒരു വിഷമം, അല്ലെങ്കിൽ ആപ് ഉദാസ് ക്യൂ ഹോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഉസ്കി ആഖോ മേ ഉദാസി ഥി. ഇപ്പൊ ഉസ്കി എന്ന് പറയുമ്പം അവന്റെ അല്ലെങ്കിൽ അവളുടെ, ആഖോ മേ കണ്ണുകളിൽ, ഉദാസി വിഷമം, ഥി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ദർ വാസ് എ സാഡ്നെസ് ഇൻ ഹിസ് ഓർ ഹെർ ഐസ്, അല്ലെങ്കിൽ അവന്റെ കണ്ണുകളിൽ അല്ലെങ്കിൽ അവളുടെ കണ്ണുകളിൽ ഒരു വിഷമം കാണാനുണ്ട് അല്ലെങ്കിൽ ഒരു ദുഃഖം കാണാനുണ്ട് എന്നുള്ള അർത്ഥമാണ് ആ സെന്റൻസിന് വരാം. പിന്നെ ഇപ്പൊ മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ മേ ഉദാസ് ഹൂ അല്ലെങ്കിൽ വോ ഉദാസ് ഹെ. അപ്പൊ മേ ഉദാസ് ഹൂ എന്ന് പറയുമ്പോൾ ഐ എം സാഡ്, അല്ലെങ്കിൽ ഞാൻ ദുഃഖിതയാണ് അല്ലെങ്കിൽ ഞാൻ ദുഃഖിതനാണ്. ഇപ്പൊ വോ ഉദാസ് ഹെ എന്ന് പറയുമ്പോൾ അതേപോലെ അവൾ ദുഃഖിതയാണ് അല്ലെങ്കിൽ അവൻ ദുഃഖിതനാണ് എന്നുള്ളൊരു അർത്ഥം. അവൻ വിഷമത്തിലാണ് എന്നൊക്കെ പറയാനുള്ള കോമൺ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇനിയിപ്പോ ദുഃഖ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ മേ ദുഃഖി ഹൂ അല്ലെങ്കിൽ വോ ദുഃഖി ഹെ അങ്ങനെ ആകാം. പിന്നെ തും ദുഃഖി ക്യൂ ഹോ, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്. തന്നെ ഉസ്കി ആഖോ മേ ദുഃഖ് ഥാ. അങ്ങനെ എന്താണ് ഇതനുസരിച്ച് വാക്ക് മാറ്റിയിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോ നമ്മൾ നേരത്തെ നമ്മൾ സന്തോഷത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സങ്കടവും പല തരത്തിൽ പ്രകടിപ്പിക്കാം. സങ്കടം പ്രകടിപ്പിക്കാനും പല വാക്കുകളും പല ശൈലികളും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള 3 ശൈലികളാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റത്തത് ബുറാ ലഗ് രഹാ ഹെ. അപ്പം ഇത് ലിറ്ററലി അതേപോലെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. അത് ഉറുദുവിലുള്ള ഒരു യൂസേജ് ആണ്. പക്ഷെ ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ആരോടെങ്കിലും കുറച്ച് മോശമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ കുറച്ച് റൂഡായിട്ട് സംസാരിച്ചു. അപ്പൊ അതിന് ശേഷം നമ്മൾ പറയില്ലേ, ഞാൻ അവനോട് അങ്ങനെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവളോട് അങ്ങനെ സംസാരിച്ചിട്ട് എനിക്ക് എന്തോ പോലെ ആ ഒരു വിഷമത്തിന്റെ ഒരു ഫീലിംഗ് കൺവേ ചെയ്യുന്ന ആ ഒരു ഇമോഷനാണ് ബുറാ ലഗ് രഹാ ഹെ എന്നുള്ള ആ ഒരു യൂസേജ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബച്ചേക്കോ ഡാന്റ് കർ ബുറാ ലഗ് രഹാ ഹെ. കുട്ടീനെ വഴക്ക് പറഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു വിഷമം പോലെ എന്ന് പറയുന്ന ആ ഒരു അർത്ഥം. ഇനി അത് രണ്ടാമത്തത് അതിൽ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഉസ്കി ബാത്തേ സുൻകർ മുझे ബുറാ ലഗ് രഹാ ഹെ. അപ്പം എന്താണ് അവന്റെ വർത്താനം കേട്ടിട്ട് അല്ലെങ്കിൽ അവളുടെ വർത്താനം കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു വിഷമം പോലെ എന്ന് പറയുന്നത്. തന്നെ ഇപ്പൊ എന്താണ് ഉസ്കി ഹാലത് ദേക്കർ മുझे ബുറാ ലഗ് രഹാ ഹെ. അവന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ ആവുന്നു എന്നൊക്കെ നമ്മള് ആ ഒരു വിഷമത്തിന്റെ ഇമോഷനെ കൺവേ ചെയ്യുന്ന യൂസേജ് ആണ് ബുറാ ലഗ് രഹാ ഹെ. ഇനി രണ്ടാമത്തത് ദിൽ നഹി ലഗ് രഹാ ഹെ. ഇതും ലിറ്ററലി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണം സഹിതം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ല എനിക്ക് ഒന്നിനും ഒരു മൂഡില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ആ ഒരു അവസ്ഥയിൽ ആ ഒരു വിഷമത്തിന്റെ അവസ്ഥേനെ കൺവേ ചെയ്യുന്ന ഫീലിംഗ് ആണ് ദിൽ നഹി ലഗ് രഹാ ഹെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ മേരാ കിസി ചീസ് മേ ദിൽ നഹി ലഗ് രഹാ ഹെ. എനിക്ക് ഒരു കാര്യം എന്നെ ഇൻട്രസ്റ്റഡ് ആക്കുന്നില്ല, എന്നെ എക്സൈറ്റഡ് ആക്കുന്നില്ല, എനിക്ക് ഒന്നിനോട് ഒരു താല്പര്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഇമോഷനെ കൺവേ ചെയ്യുന്ന വാക്കാണ് ദിൽ നഹി ലഗ് രഹാ ഹെ. ഇനി മൂന്നാമത്തത് മായൂസ് ഹൂ.
മായൂസ് എന്നുള്ള വാക്ക് കുറച്ചും കൂടി നിരാശ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റിനെ കൺവേ ചെയ്യുന്ന ആ ഒരു വാക്കാണ് മായൂസ് എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു, പക്ഷെ എനിക്ക് അത്ര ഒരു സന്തോഷമില്ല അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തി ഇല്ലാത്ത ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ വേണ്ടി ഞാൻ പറയും मैं अपने रिजल्ट से मायूस हूँ. ഞാൻ എൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഒരു നിരാശ എന്നുള്ളൊരവസ്ഥയിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ സങ്കടം പ്രകടിപ്പിക്കാനുള്ള പല പല ശൈലികളാണ് ഉറുദുവിൽ. ഇനി അവസാനമായിട്ട് ഡർ അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ ഭയം എന്നുള്ളൊരു വികാരത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പേടിക്കും എന്താണ് ഉറുദുവിൽ പല വാക്കുണ്ട്, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ടുള്ള വാക്ക് ഡർ എന്നുള്ള വാക്കാണ്. അങ്ങനെ അപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തത് ഉസ്നെ മുझे ഡരാ ദിയ അല്ലെങ്കിൽ അവൾ എന്നെ പേടിപ്പിച്ചു എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ഉസ്നെ അവൻ അല്ലെങ്കിൽ അവൾ, മുझे എന്നെ, ഡരാ ദിയ എന്ന് പറയുമ്പോൾ പേടിപ്പിച്ചു ഭയപ്പെടുത്തി എന്നുള്ള വാക്കാണ് ഡരാ ദിയ എന്നുള്ളത്. ഇനി രണ്ടാമത് ഡർ ഇൻസാൻ കോ കംസോർ ബനാ ദേത്താ ഹെ. അപ്പോൾ ഫിയർ മേക്സ് മാൻ വീക്ക്, ഭയം മനുഷ്യനെ ദുർബലനാക്കുന്നു. അപ്പോൾ ഡർ എന്നുള്ള വാക്ക് പേടി, ഇൻസാൻ മനുഷ്യനെ, ഇപ്പം ഇൻസാൻ കോ മനുഷ്യനെ, കംസോർ വീക്ക്, ബനാ ദേത്താ ഹെ, ബനാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ബനാ ദേത്താ ഹെ അവനെ വീക്ക് ആക്കുന്നു എന്നുള്ള അർത്ഥമാണ് അതിന് വരാം. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ മേ അന്ധേരെ സെ ഡർത്തി ഹും, എനിക്ക് ഇരുട്ട് പേടിയാണ് എന്ന് പറയുന്നത് ഞാൻ ഇരുട്ടിനെ പേടിക്കുന്നു എന്നാണ് ലിറ്ററലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാമാറ്റിക്കൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വരില്ല. അപ്പോൾ മേ ഞാൻ, അന്ധേരെ സെ ഇരുട്ടിനെ, ഡർത്തി ഹും പേടിക്കുന്നു. നമ്മൾ സന്തോഷത്തിൻ്റെയും വിഷമത്തിൻ്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ പേടിയും നമുക്ക് വേറെ പലതരത്തിലും എക്സ്പ്രസ് ചെയ്യാം. അപ്പം അതിൻ്റെ പേടിക്കുള്ള വേറൊരു വാക്കാണ് ഹോഫ്. അപ്പം ഹോഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുച്ച് അജീബ് സ ഹോഫ് മെഹസൂസ് ഹോ രഹാ ഹെ, എന്തോ ഒരു മനസ്സിലൊരു പേടി പോലെ എന്ന് പറയുന്ന അർത്ഥമാണ്. അതുപോലെ തന്നെ മുझे ഉസ്സെ ഹോഫ് ആത്താ ഹെ, അങ്ങനെ വേണമെങ്കിലും പറയാം, എനിക്ക് അവനെ പേടിയാണ് അങ്ങനെ, അല്ലെങ്കിൽ അതിനെ പേടിയാണ് അങ്ങനെ. ഇനി വേറൊരു യൂസേജ് ദിൽ ഘബ്രാ രഹാ ഹെ. അപ്പോൾ ഘബ്രാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കുക എന്നുള്ള അർത്ഥമാണ് കുറച്ചും കൂടി ആപ്റ്റായിട്ട് വരും. അപ്പോൾ ദിൽ ഘബ്രാ രഹാ ഹെ മനസ്സ് അശാന്തമാണ് അല്ലെങ്കിൽ മനസ്സ് വ്യാകുലത എന്നൊക്കെ പറയുന്ന ആ ഒരു മീനിങ് ആണ് ദിൽ ഘബ്രാ രഹാ ഹെക്ക് വരല്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇംതിഹാൻ കി വജഹ സെ ദിൽ ഘബ്രാ രഹാ ഹെ അല്ലെങ്കിൽ എക്സാം കി വജഹ സെ ദിൽ ഘബ്രാ രഹാ ഹെ. അപ്പോൾ എന്താണ് എക്സാം കാരണം എനിക്ക് ഞാൻ ഭയങ്കര ടെൻഷനിലാണ് എന്ന് പറയുന്നതാണ് ആ ഒരു യൂസേജ്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ മലയാളത്തിൽ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളും പിന്നെ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ജസാക്കല്ലാഹ്.